ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ക്രിസ്റ്റൽ വ്ളോഗാണ്. അപ്പം കുറേ ദിവസമായി ഞാനിങ്ങനെ വീഡിയോ ഇടണം വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെ പറ്റിയില്ല എന്നല്ല, പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മടിയാണ്, മെയിനായിട്ട് മടി. ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് പിന്നെ എഡിറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഇത് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ എൻ്റെ ഒരു മാസത്തിൻ്റെ മേലെയുള്ള പ്രൊക്രാസ്റ്റിനേഷൻ കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പം ഇതൊക്കെയാണ് കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടി. കിട്ടിയെന്നല്ല, ഞാൻ പോയതാണ്. ഇനി അത് വിചാരിക്കട്ടെ, ഞാൻ കിട്ടിയ ക്ലിപ്സാണെന്ന്. എല്ലാം ഞാൻ പോയതാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിനുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് സൈറ്റ്സാണ്. അപ്പോൾ ഞാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ സിറ്റി സെൻറ്റർ. അപ്പോൾ ഞാൻ നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോകണം. അപ്പോൾ ദൂരെ പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ മാപ്പിൽ നോക്കിയപ്പോൾ കുറച്ച് മ്യൂസിയംസ് ഉണ്ടായിരുന്നു. അപ്പം ചില മ്യൂസിയംസിന് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് ഫ്രീ മ്യൂസിയംസാണ് കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് ആ ഏരിയാസ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നിറച്ച ഫുഡ് സ്റ്റാൾസ് ആയിരുന്നു. അപ്പം ഈ മ്യൂസിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓണ വഴിക്ക് കാണുന്ന കാഴ്ചയാണ്. ലൈക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലൊന്നും കയറാനൊന്നും ടൈമില്ലായിരുന്നു. ലൈക്ക് വിസിറ്റർ ഫ്രണ്ട്ലിയാണ്. ചില പള്ളികളിൽ അടച്ചിടും അവർ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് തുറക്കത്തുള്ളൂ. അപ്പം ഞാൻ നടന്നു. അപ്പോൾ ഏരിയയിൽ ഇവിടെ ഒരു മ്യൂസിയം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് ഭയങ്കര കയറ്റമുള്ള ഒരു റോഡാണ്. അപ്പം ഞാൻ നടന്ന് അറ്റ് ലാസ്റ്റ് ക്രിസ്റ്റൽ മ്യൂസിയത്തിൽ അപ്പോൾ കയറി അപ്പോൾ അവിടെ പോയി ഓരോ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. ഓക്കെ, ഒരുപാട് ഡിനോസറിൻ്റെ സ്കെൽറ്റൺസും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇത് സെയിം സാധനങ്ങൾ തന്നെയാണ് ഓരോ മ്യൂസിയത്തിലും, വലിയ വ്യത്യാസമില്ല. ചില മ്യൂസിയത്തിൽ എന്താ പറയുക, പൈസ കൊടുത്ത് തരണം, ചിലതിൽ പൈസ കൊടുത്ത് തരണ്ട. പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, സെയിം സാധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ വെച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ തിങ്സ് ലൈക്ക് കഫേസ് ഉണ്ടാവും. ഞാൻ ഇവിടെ UK ഇതിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. മ്യൂസിയത്തിൽ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല അവിടെ കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പം ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോർസ്. ലൈക്ക് കുറേ ആർട്ട്പരമായിട്ടുള്ള ഇമേജസ്, ലൈക്ക് ഇമേജസ് എന്നാണ് പറയുന്നത്. പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ ഫ്രീ ആയി ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും മലയാളി സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. അത് പോയി കണ്ടു. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ. പിന്നെ കുറേ മാമൽസിൻ്റെ സ്റ്റഫിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കണക്കിന് നമ്മൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവിടെ കുറേ സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് നോയ്സ്, പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ സ്ക്രീനൊക്കെ ആരൊക്കെയോ പൊട്ടിച്ച് കാരണം അത് നോക്കാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റോറിൽ ഞാൻ ആകെ പോയപ്പോൾ കണ്ടത് ഇത് മാത്രം ഉണ്ടായിരുന്നു. ടൈമൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണാൻ പറ്റില്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഹാവ് എ ഗുഡ് ഡേ. ബൈ.